Once again, welcome back to KC's Classes. KC's Classes-ന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. കേരള PSC ജൂനിയർ അക്കൗണ്ടന്റ് കാറ്റഗറി നമ്പർ 363 364 2025 ഈ ഒരു പോസ്റ്റിന്റെ സ്മാർട്ട് സ്റ്റഡി വീഡിയോസ് നമ്മൾ കണ്ടിന്യൂ ചെയ്യാണ്. നമ്മൾ ഡെയിലി MCQs ആണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അക്കൗണ്ടിങ് ആദ്യത്തെ മൊഡ്യൂളിലെ റിലേറ്റ് ചെയ്തിട്ടുള്ള MCQs ആണ് നമ്മൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓൾറെഡി ഇൻട്രൊഡക്ഷൻ പാർട്ട്, FM, ഇൻകം ടാക്സ് ഇതിൻ്റെ ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ കാണാത്തവരുണ്ടെങ്കിൽ കാണാം. സ്മാർട്ട് സ്റ്റഡിക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. സോ വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം കേരള PSC കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ പോസ്റ്റുകൾക്കും ഓൺലൈനായിട്ട് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ്. നമ്മുടെ ആപ്പിലൂടെയാണ് ക്ലാസ്സസ് അവൈലബിൾ ആവുക. ലൈവ് സെഷൻസ്, റെക്കോർഡഡ് സെഷൻസ്, PDF നോട്ട്സ്, MCQ പ്രാക്ടീസസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ, അങ്ങനെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള എൻറ്റയർ സപ്പോർട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച കേരള PSC കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള പോസ്റ്റുകൾ ക്രാക്ക് ചെയ്യാൻ താല്പര്യമുള്ള സ്റ്റുഡൻസിന് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ജൂനിയർ അക്കൗണ്ടന്റ് ഓൾറെഡി നമ്മൾ ആരംഭിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് കിടക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 6 ആണ് നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത്. ഇൻട്രൊഡക്ഷൻ പാർട്ടിനെ റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. അക്കൗണ്ടിങ്ങിലെ സ്റ്റേറ്റ്മെന്റ്സ് 3 തന്നിട്ടുണ്ട്. നമ്പർ 1, ബുക്ക് കീപ്പിംഗ് ഈസ് ക്ലറിക്കൽ ഇൻ നേച്ചർ. Accounting requires professional judgment. Bookkeeping starts after accounting. 3 statements. 1 and 2 are correct. 2 and 3 are correct. 1 and 3 all statements are correct. നമുക്ക് നോക്കാം. നമ്പർ 1, bookkeeping is clerical in nature. കറക്റ്റ് അല്ലേ? ബുക്ക് എന്ന് പറയുമ്പോൾ അവിടെ റെക്കോർഡിങ് ജേണൽ ബുക്കിൽ നടക്കുന്നു, ദെൻ ക്ലാസിഫിക്കേഷൻ ലെഡ്ജറിൽ നടക്കുന്നു. ഇതൊക്കെ ക്ലറിക്കൽ ആണ്. കറക്റ്റ് ആണ്. നമ്പർ 2, അക്കൗണ്ടിങ് റിക്വയർസ് പ്രൊഫഷണൽ ജഡ്ജ്മെന്റ്. അതും കറക്റ്റ് അല്ലേ? പ്രൊഫഷണൽ ജഡ്ജ്മെന്റ് വേണ്ട ഒന്നാണ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അവിടെ ഇന്റർപ്രിട്ടേഷൻ അല്ലെ, അനാലിസിസ്, പ്രോപ്പർ ആയിട്ടുള്ള ഡിസിഷൻസിലോട്ടൊക്കെ ടോപ്പ് ലെവൽ എക്സിക്യൂട്ടീവ്സിനെ എത്തിക്കണം ഫൈനലി ഈ ഡാറ്റ വെച്ച്. അപ്പോൾ അക്കൗണ്ടിങ് റിക്വയർസ് പ്രൊഫഷണൽ ജഡ്ജ്മെന്റ്, ശരിയാണ്. ദെൻ ബുക്ക് കീപ്പിംഗ് സ്റ്റാർട്ട്സ് ആഫ്റ്റർ അക്കൗണ്ടിങ്. അത് തെറ്റാണ്. ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത് അക്കൗണ്ടിങ്ങിന് മുമ്പാണ്. അക്കൗണ്ടിങ്ങിന്റെ ഒരു പാർട്ടാണ് ബുക്ക് കീപ്പിംഗ്. അക്കൗണ്ടിങ്ങിൽ ഫസ്റ്റ് നടക്കുന്നത് ബുക്ക് കീപ്പിംഗ് ആണ്. ഓക്കെ, അപ്പോൾ 3ാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. 1ഉം 2ഉം ആണ് ശരിയായിട്ട് വരുന്നത്. ഓപ്ഷൻ A ആണ് ആൻസർ വരാം. ഓക്കെ, മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 7. അക്കൗണ്ടിംഗ് സൈക്കിൾ ബിഗിൻസ് വിത്ത് ഐഡന്റിഫിക്കേഷൻ ഓഫ് ട്രാൻസാക്ഷൻസ്. Journalizing is done before posting to ledger. Trial balance is prepared before journal entries. 1 and 2 are correct. 2 and 3, 1 and 3 all statements are correct. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് എന്താ? അക്കൗണ്ടിംഗ് സൈക്കിൾ ബിഗിൻസ് വിത്ത് ഐഡന്റിഫിക്കേഷൻ ഓഫ് ട്രാൻസാക്ഷൻ. അക്കൗണ്ടിംഗ് സൈക്കിളിലെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ട്രാൻസാക്ഷൻസ് ഐഡന്റിഫൈ ചെയ്യലാണ് എന്നാണ് പറയുന്നത്. ശരിയല്ലേ? ഫസ്റ്റ് ട്രാൻസാക്ഷൻസിനെ ഐഡന്റിഫൈ ചെയ്യണം. ദെൻ ജേർണലൈസിംഗ് നടക്കുന്നത് ഈസ് ഡൺ ബിഫോർ പോസ്റ്റിംഗ് ടു ലെഡ്ജർ. ലെഡ്ജറിലോട്ട് പോസ്റ്റിംഗ് നടത്തുന്നതിനേക്കാൾ മുമ്പാണ് ജേർണലൈസിംഗ്. ശരിയല്ലേ? ജേർണലൈസിംഗ് കഴിഞ്ഞിട്ടാണ് ലെഡ്ജർ പോസ്റ്റിംഗ്. ദെൻ ട്രയൽ ബാലൻസ് ഈസ് പ്രിപ്പയർഡ് ബിഫോർ ജേർണൽ എൻട്രി. ജേർണൽ എൻട്രിക്ക് മുമ്പാണ് ട്രയൽ ബാലൻസ് എന്ന്. അത് തെറ്റാണ്. നമുക്കറിയാം ലെഡ്ജർ പോസ്റ്റിംഗ് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ട്രയൽ ബാലൻസിലോട്ട് കിടക്കുക. അപ്പോൾ 1ഉം 2ഉം ആണ് കറക്റ്റ്. ഓപ്ഷൻ A ആണ് ആൻസർ വരാം. ഓക്കെ, മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 8. ട്രയൽ ബാലൻസ് ചെക്സ് arithmetical accuracy. Number 1, trial balance detects all types of errors. Number 3, trial balance is prepared after ledger posting. നമുക്ക് നോക്കാം. സ്റ്റേറ്റ്മെന്റ് 1 and 2, 2 and 3, 1 and 3 all statements are correct. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് എന്താ? ട്രയൽ ബാലൻസ് ചെക്സ് arithmetical accuracy. കറക്റ്റ് ആണ്. ട്രയൽ ബാലൻസ് arithmetical accuracy ചെക്ക് ചെയ്യുന്നുണ്ട് അല്ലേ? ചെക്ക് ചെയ്യുന്നുണ്ട്. കറക്റ്റ് ആണ്. ട്രയൽ ബാലൻസ് ഡിറ്റക്ട്സ് ഓൾ ടൈപ്സ് ഓഫ് എറേഴ്സ്. എല്ലാ എറേഴ്സിനെയും ട്രയൽ ബാലൻസ് ഡിറ്റക്ട് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. 2ാമത്തെ സ്റ്റേറ്റ്മെന്റ് അത് ശരിയാണോ? അല്ല, പല എറേഴ്സും ഡിറ്റക്ട് ചെയ്യാൻ സാധിക്കില്ല. ഇപ്പോൾ കോമ്പൻസേറ്റിംഗ് എറേഴ്സ് അല്ലേ, ഒരു സൈഡിൽ ചെയ്ത മിസ്റ്റേക്ക് അതുപോലെ തന്നെ അപ്പുറത്ത് ചെയ്തിട്ടുണ്ടായിരിക്കും. അങ്ങനെയുള്ള പല എറേഴ്സുകളുണ്ട്. അതൊന്നും നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ സാധിക്കുന്നില്ല ട്രയൽ ബാലൻസിലൂടെ. അപ്പോൾ എല്ലാ ടൈപ്സ് ഓഫ് എറേഴ്സ് ഡിറ്റക്ട് ചെയ്യാൻ സാധിക്കും എന്ന് പറയുന്നത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി ട്രയൽ ബാലൻസ് ഈസ് പ്രിപ്പയർഡ് ആഫ്റ്റർ ലെഡ്ജർ പോസ്റ്റിംഗ്. അത് ശരിയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു ലെഡ്ജർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തതിന് ശേഷമാണ് എല്ലാ അക്കൗണ്ടിൻ്റെ ബാലൻസും വെച്ചിട്ടാണ് നമ്മൾ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ 1ഉം 2ഉം ആണ് ശരി. അല്ല, 1ഉം 3ഉം ആണ് ശരി. ഓപ്ഷൻ C ആണ് ആൻസർ വരാം. ഓക്കെ, മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 9.
Assets are resources owned by the business. Liabilities are obligations payable by the business. Capital represents creditors' claim. 3 statements. 1 and 2, 2 and 3, 1 and 3. All statements are correct. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് എന്താ? Assets are resources owned by the business. ശരിയല്ലേ? അസറ്റ്സ് എന്ന് പറയുന്നത് എന്താ? ബിസിനസ് സ്വന്തമായിട്ട് അല്ലേ ഓൺ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാ? റിസോഴ്സസിനെയാണ് അസറ്റ്സ് എന്ന് പറയാ. ലൈബിലിറ്റീസ് ആർ ഒബ്ലിഗേഷൻസ്, ബാധ്യതയാണ്. പേയബിൾ ബൈ ദ ബിസിനസ്, അതും ശരിയാണ് അല്ലേ? ഒബ്ലിഗേഷൻസ് ആണ് സ്ഥാപനത്തിന്റെ. ക്യാപിറ്റൽ റെപ്രസെന്റ്സ് ക്രെഡിറ്റേഴ്സ് ക്ലെയിം, അത് ശരിയാണോ? അല്ല. ക്യാപിറ്റൽ എന്ന് പറയുന്നത് ആരുടെ ക്ലെയിമാ? ഓണേഴ്സിന്റെ ക്ലെയിമാണ്. ഓണേഴ്സ് ഇറക്കുന്നതാണ്. സോ അതുകൊണ്ട് തന്നെ 1ഉം 2ഉമാണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. ഓപ്ഷൻ എ ആണ് ആൻസർ വരാം. നമുക്ക് ഇന്ന് ഒരെണ്ണം കൂടി ഡിസ്കസ് ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 10. റവന്യൂ ഇൻക്രീസസ് ഓണേഴ്സ് ഇക്വിറ്റി, എക്സ്പെൻസസ് ഡിക്രീസ് ഓണേഴ്സ് ഇക്വിറ്റി, ഡ്രോയിങ് ഇൻക്രീസ് ക്യാപിറ്റൽ. 3 സ്റ്റേറ്റ്മെന്റ്സ്. 1 and 2, 2 and 3, 1 and 3. ഓൾ സ്റ്റേറ്റ്മെന്റ്സ്. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് എന്താ? റവന്യൂ ഇൻക്രീസസ് ഓണേഴ്സ് ഇക്വിറ്റി. കറക്റ്റ് അല്ലേ? റവന്യൂ കൂടുമ്പോൾ പ്രോഫിറ്റ് അല്ലെ കൂടുന്നു, അതിലൂടെ ഓണേഴ്സ് ഇക്വിറ്റി കൂടുന്നു. അതാണ് സംഭവം. ശരിയാണ്. എക്സ്പെൻസ് നേരെ ഓപ്പോസിറ്റ്. എക്സ്പെൻസ് ഓണേഴ്സ് ഇക്വിറ്റി കുറയ്ക്കും. ഡ്രോയിങ് ഇൻക്രീസസ് ക്യാപിറ്റൽ, അത് തെറ്റാണ്. ഡ്രോയിങ് റെഡ്യൂസ് ചെയ്യാണ് ചെയ്യുക ക്യാപിറ്റൽ അല്ലേ? ഡ്രോയിങ് വരുമ്പോൾ അത്രത്തോളം ക്യാപിറ്റൽ കുറയാണ് ചെയ്യുക. സോ 1ഉം 2 ആണ് കറക്റ്റ്. ഓപ്ഷൻ എ ആണ് ആൻസർ വരിക. അപ്പോൾ നമ്മൾ ഇന്ന് അക്കൗണ്ടിങ്ങിലെ നെക്സ്റ്റ് ഒരു 5 ചോദ്യങ്ങൾ ഇൻട്രൊഡക്ഷൻ പാർട്ടിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ നാളെ ഇതിൻ്റെ കണ്ടിന്യൂഷൻ നമുക്ക് കാണാം. എല്ലാ ദിവസവും നമ്മൾ MCQs ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഡെയിലി നിങ്ങൾ പഠിക്കുക. നല്ല രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് മെയിൻ ലിസ്റ്റിലോട്ട് കയറാൻ സാധിക്കുള്ളൂ. ഞാൻ എപ്പോഴും പറയുന്നതാണ്, ഇപ്പോൾ ടോട്ടൽ 100 ചോദ്യങ്ങളിൽ മെജോറിറ്റി വരുന്നത് സ്റ്റേറ്റ്മെന്റ് ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളാണ്. ബാലൻസ് ഉള്ളത് ഡിറക്റ്റ് ചോദ്യങ്ങൾ. ഡിറക്റ്റ് ചോദ്യങ്ങൾ എല്ലാവർക്കും ആൻസർ ചെയ്യാൻ സാധിക്കുന്നതാണ്. മെജോറിറ്റി അങ്ങനത്തെയാണ്. സ്റ്റേറ്റ്മെന്റ് ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ ആർക്ക് ക്രാക്ക് ചെയ്യാൻ സാധിക്കുന്നു അവരാണ് മെയിൻ ലിസ്റ്റിലോട്ട് കിടക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ സ്റ്റേറ്റ്മെന്റ് ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നത്. ഡിറക്റ്റ് ചോദ്യങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ സിമ്പിൾ ആയിട്ടുള്ളതായിരിക്കും. എല്ലാവർക്കും ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ തന്നെ ആൻസർ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. എന്ത് ഡൗട്ട് ആണെങ്കിലും കമൻറ്റ് ചെയ്യാതിനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം എന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.